നമുക്കേ എന്തെങ്കിലും കളിക്കാം. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയുണ്ടല്ലോ, അത് തന്നെ കളിക്കാം. ഇഷ്ടപ്പെട്ട കളി അതേതാണ്? തീ അതെന്നോട് പറഞ്ഞിരുന്നല്ലോ, പക്ഷെ മറന്നും പോയി. എന്താ ചേച്ചി ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല, നമുക്ക് കളിക്കാം. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ചേച്ചി ഇവിടെ ഇരിക്ക. ഇതെന്താണെന്നോ? ഈർക്കിളി. ഈ കളി ചേച്ചി മറന്നുപോയോ? ഈർക്കിളി കളി ഇത് ഞാൻ മറന്നെന്നോ? നീ എന്തൊക്കെയാ ചോദിക്കുന്നത്? അപ്പോ ഈ കളി എനിക്ക് മറക്കാൻ പറ്റുമോ? ഈ കളി മറക്കേ? ഇത്രയും ചോദിച്ചപ്പോ തന്നെ മനസ്സിലായി, ആ കളി മറന്നിരുന്നു. ചേച്ചിക്ക് എന്തു പറ്റി? കളിച്ചാലോ ചേച്ചി? ഇതാ വാങ്ങ ചേച്ചി. കളിക്ക ചേച്ചി. നീ ധൃതിപ്പെടുത്താതെ. നിനക്കറിയാലോ, വെപ്രാളപ്പെടുത്തിയ എന്റെ കോൺസെൻട്രേഷൻ പോവും. വീണ്ടും കിളി പോയി. പിന്നെ ഒളിമ്പിക്സിനൊക്കെ പോവല്ലേ, ഇല്ല കോൺസെൻട്രേഷൻ എന്നൊക്കെ പറയാനായിട്ട്. ശരി ശരി, ഞാൻ വെപ്രാളപ്പെടുത്തുന്നില്ല. അപ്പോ പെട്ടെന്നൊരു തലവേദന. എനിക്ക് തോന്നി ചേച്ചിക്ക് ഇപ്പൊ തലവേദനയൊക്കെ വരൂന്ന്. അത് നീ എന്നെ കളിയാക്കിയതാണല്ലോ അപ്പു. അയ്യോ ചേച്ചി, ഞാൻ കളിയാക്കുവോ? ചേച്ചി വെറുതെ ഇരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് തോന്നിയതാ. എന്താന്നറിയില്ല, എനിക്ക് നല്ല തലവേദന ഇടയ്ക്കൊക്കെയുണ്ട്. പാവം ചേച്ചി. ഏതായാലും കുറച്ചു നേരം എന്നോടൊപ്പം കളിക്കൂ ചേച്ചി. ഈർക്കിൽ വെച്ചുള്ള കളി എന്തായിരിക്കും? ചിലപ്പോ ഈർക്കിലിങ്ങനെ തറയിൽ നിരത്തി വെക്കുന്നതായിരിക്കും കളവായിട്ട്. എന്തായാലും ആദ്യം ഇവനെ കൊണ്ട് തന്നെ കളിപ്പിക്കാം. അപ്പോ ഓക്കെ, ഇപ്പൊ തലവേദന കുറച്ച് കുറഞ്ഞതുപോലെ തോന്നുന്നു. ഒരു കാര്യം ചെയ്, ആദ്യം നീ കളിക്ക്. നീയല്ലേ ചെറിയ കുട്ടി, നീ ആദ്യം കളിക്ക്. അയ്യോ, ആദ്യം വലിയവർക്കല്ലേ ചാൻസ് കൊടുക്കുന്നത്. അങ്ങനെയല്ലേ ചേച്ചി എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം ചേച്ചി കളിക്ക്. അല്ല, എപ്പോഴും മുതിർന്നവർക്ക് തന്നെ ആദ്യം കൊടുക്കണമെന്നില്ലല്ലോ. നീ എന്റെ പാവ അപ്പുക്കുട്ടനല്ലേ, ആദ്യം നിനക്ക് അവസരം തരുന്നതാ ചേച്ചിക്കിഷ്ടം. നീ ആദ്യം കളിക്ക്. ഈ ബുദ്ധിയൊക്കെ ക്യാമ്പീന്ന് കിട്ടിയതായിരിക്കും. ചേച്ചി ആദ്യം കളിക്ക്. ശരി, നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ അല്ലേ? ഇനി എന്തേലും സംശയമുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും അറിയാനുണ്ടോ?
ഇനി ഒരു കാര്യമേ അറിയാനുള്ളൂ. ആരാണ് ഞാൻ? താൻ ടെൻഷൻ ആവാതെ കാര്യം പറ. എന്ത് പറ്റി? ശ്രീ, അപ്പുവിനെ സംബന്ധിച്ച് തന്നെ ഒരു തീരുമാനം ഉടനെ എടുത്തേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ രാത്രി ദുസ്വപ്നം കണ്ട് പല പ്രാവശ്യം ഞാൻ ഉണർന്നു. മുമ്പും ഇങ്ങനെയായിരുന്നു. ഒരേ രാത്രിയിൽ തന്നെ പലവട്ടം ഒരു സ്വപ്നം തന്നെ കണ്ട ഏതെങ്കിലും രീതിയിൽ അതുമായി കണക്ട് ചെയ്ത് ഒരു കാര്യം സംഭവിക്കും. അതങ്ങനെയായിരുന്നു. അതൊക്കെ നമ്മൾ അങ്ങനെ മനഃപൂർവ്വം കണക്ട് ചെയ്ത് നോക്കുന്നുണ്ടാ. ഇതങ്ങനല്ല ശ്രീ. അപ്പുവിന്റെ മേലൊരു നിഴൽ അടുത്തടുത്ത് വരും പോലെ. അപ്പുവിന്റെ അല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ. എടോ, ഇക്കാര്യം നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതല്ലേ. വരുന്നു എന്ന് പേടിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? മനസ്സിനെ ടെൻഷനാക്കി എന്നുള്ളതല്ലാതെ. ധൈര്യമായിട്ടിരിക്കും. ഇതങ്ങനെയല്ല. അപ്പുവിനെ സംബന്ധിച്ച് ക്രൂഷ്യലായ ദിവസങ്ങളാണ്. അയാള് അവനെ കൊണ്ടേ പോകൂ. എനിക്ക് ജോലിയിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. നമ്മുടെ വീടിന്റെ മുകളിൽ ഒരു കഴുകനെ പോലെ അയാൾ വട്ടവിട്ട് പറക്കുന്ന ഒരു ഫീലാ. എന്റെ കണ്ണ് തെറ്റുന്ന നിമിഷം അപ്പുവിനെ തൂക്കിയെടുത്ത് പറന്നകലാൻ വേണ്ടി അയാൾ ഇങ്ങനെ പറന്ന് നടക്കുന്നത് പോലെ. ഇത് പറയുമ്പോ തന്നെ അയാളുടെ നിഴലിങ്ങനെ വന്ന് വീഴും പോലെ. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ശ്രീ. ഞാനൊരു ഓപ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീ അതൊന്ന് കേൾക്കണം. എന്താണ്? നമ്മളിപ്പോ കുറെ വീടുകൾ മാറി. എത്ര വീട് മാറിയാലും ഒരാളുടെ വീട് കണ്ടുപിടിക്കാൻ ഒരുങ്ങി ഇറങ്ങിയാൽ കേരളത്തിലെന്നല്ല, ലോകത്തിൽ എവിടെയാണെങ്കിലും വീടൊന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ശരിയാണ്, അതൊക്കെ സാധിക്കുമായിരിക്കും. തന്റെ പ്ലാൻ ബി എന്താ? നമുക്ക് സ്പ്ലിറ്റായി താമസിച്ചാലോ? ഞാനും ദിയെ ഇവിടെ, ശ്രീ അപ്പുവുമായി ദൂരെ എങ്ങോട്ടെങ്കിലും പോവുക. കേരളം വിട്ടിട്ടായാലും കുഴപ്പമില്ല, ഒരു വർഷത്തേക്ക്. അപ്പുവിനെ അന്വേഷിച്ച് നടക്കുന്നവര് എന്റെ പിന്നാലെയേ വരൂ. അവനെ ഈ രീതിയിൽ എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടുണ്ടെന്ന് ആരും ഊഹിക്കില്ല. ഒരു 2-3 വർഷം കൂടി എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നാ മതി. അവനൊരല്പം കൂടി മുതിർന്ന കുട്ടിയാവുന്നത് വരെ. അത് കഴിഞ്ഞ പിന്നെ അവന്റെ തീരുമാനത്തിനാണ് ഇമ്പോർട്ടന്റ്. ഇതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് സ്പ്ലിറ്റപ്പ് ആവുക. എത്രയും ദൂരെ പോകാമോ അത്രയും ദൂരെ. അഡ്വക്കേറ്റ് രാമോഹന്റെ റിലേറ്റീവ്സ് ഒറീസയിലുണ്ടല്ലോ, അങ്ങോട്ട് പോവാം. രാമോഹൻ നല്ല മനുഷ്യനാണ്, ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ആരുടെയും സഹായമൊന്നുമില്ലാതെ വേറെ എവിടെയെങ്കിലും. അങ്ങനെ മാറി താമസിക്കുമ്പോ അവർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാവില്ല. എന്താ ശ്രീ? താൻ പറഞ്ഞൊരു നല്ല ഓപ്ഷനാണ്. പക്ഷെ അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമേ ആവുന്നുള്ളൂ, പൂർണ്ണ പരിഹാരമല്ല. നമുക്കിപ്പോ വേണ്ടത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ്. ഒരു അസുഖത്തിനെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദപ്പെടുത്തൽ. മരുന്ന് കഴിച്ച് അപ്പോഴത്തേക്ക് അത് കുറയ്ക്കുകയല്ല, ശരീരത്തിൽ നിന്ന് അതിനെ മാറ്റണം. അത് എളുപ്പമല്ല ശ്രീ. എല്ലാ കാര്യങ്ങളും പറയുന്ന പോലെ പ്രവർത്തിക്കാൻ എളുപ്പമായിരിക്കില്ല. എല്ലാ കാര്യങ്ങളും അല്ല, ചില കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പ്രയാസമാണ്, സമ്മതിച്ചു. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ മുൻവിധിയോടെ ആയിരിക്കും തീരുമാനിക്കുന്നത്, അത് നടത്തിയെടുക്കാൻ പ്രയാസമാണ്. അല്ല ശ്രീ, അയാളെ അറിഞ്ഞൂടാത്തതുകൊണ്ട് ശ്രീക്ക് തോന്നുന്നത് നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന്. അപ്പൂനെ ഇവിടുന്ന് കേരള അതിർത്തി കടത്തി അവര് കൊണ്ടുപോയി കഴിഞ്ഞാ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കേരളത്തിന്റെ അതിർത്തി കടന്നാലല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ അപ്പൂനെ ഈ വീടിന്റെ അതിർത്തിക്കപ്പുറം പോലും വിട്ടുകൊടുക്കില്ല. ഞാൻ അവനെ വിട്ടുകൊടുക്കത്തില്ല, അതുറപ്പാ.
ശ്രീ പറഞ്ഞല്ലോ അവനെ സ്വന്തം മകനായിട്ടാണ് കാണുന്നതെന്ന്. അന്ന് മുതൽ എനിക്കൊരു പ്രത്യേക ധൈര്യമാ. പക്ഷെ ശ്രീ, എന്റെ കാവ്യ, കോടതിയിൽ നമ്മളെ ചില സാക്ഷികൾ വെള്ളം കുടിപ്പിക്കാറില്ലേ? എത്ര തിരിച്ചും മറിച്ചും ചോദിച്ചാലും അവര് പതറത്തില്ല. അവിടെ നമ്മൾ പെടും, അല്ലേ? ഇപ്പൊ ഒരു ശത്രു നമ്മളെ ഓടിക്കുന്നു. നമ്മൾ ഓടിത്തുടങ്ങിയാൽ അവൻ ഓടിക്കാനുള്ള ആവേശം കൂടും. ഓടുന്നതിനിടയിൽ നമ്മൾ പെട്ടെന്നൊന്നും നിൽക്കട്ടെ, അവനും നിൽക്കും, അവനും പതറും. നമ്മൾ ഇതുവരെ ഓടി, ഇനി ഒന്ന് തിരിഞ്ഞു നിൽക്കാം. ധൈര്യമായിരിക്കുക എന്ന് ഞാൻ പറയുന്നത് തന്നെ വെറുതെ സമാധാനപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല. അപ്പൂനൊന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് ധൈര്യമുള്ളതുകൊണ്ട് തന്നെയാണ്. സത്യം, ഇടയ്ക്കിടയ്ക്ക് മനസ്സൊന്ന് പതറുമ്പോ ശ്രീയുടെ ധൈര്യപ്പെടുത്തൽ എന്തൊരു സമാധാനമാണ് തരുന്നതെന്നറിയാവോ? പക്ഷെ ശ്രീ, നമ്മുടെ ശത്രു വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പം തോൽപ്പിക്കാൻ പറ്റുന്ന ആളല്ല. നമ്മളും എളുപ്പം തോറ്റു കൊടുക്കാൻ പോകുന്നവരല്ലാന്ന് അങ്ങ് വിചാരിക്കേ, അത്രേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് നമ്മുടെ മനസ്സിലാ. ഒന്നും സംഭവിക്കില്ല. ജയേട്ടാ, എന്താ ജീവ? ആ ജുവാനെ കണ്ടിട്ട് ഞാൻ വൈകാതെ എത്തും. അതുവരെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. ഒറ്റയ്ക്കിരിക്കുന്നതൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ അയാളുമായിട്ടുള്ള മീറ്റിംഗ് അതൊരു സീനാക്കരുത്. ബാലൻസ്ഡ് ആയിട്ട് വേണം സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേട്ടാ, എനിക്കറിയാം. പറഞ്ഞില്ലേ, ആ GK മീറ്റ് ചെയ്തത് മുതൽ എനിക്ക് പ്രോമിനന്റ് ആയിട്ട് ഒരു ചിന്ത മനസ്സിലങ്ങ് ഉറച്ചു. കാവ്യയുടെ പ്രൊട്ടക്ഷൻ. അവൾ അറിയാതെ തന്നെ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, അവളെ സേഫ് ആക്കുക. അതെനിക്കിപ്പോ ഒരു ത്രില്ല് പോലെ ആയിരിക്കുക. ഒരു കാര്യം ചെയ്യാൻ ജീവ, ഞാൻ കൂടി വരാം. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയം. ഞാൻ നോക്കിക്കോളാം ചേട്ടാ. കാവ്യയ്ക്ക് വേണ്ടിയല്ലേ? കാവ്യയ്ക്ക് വേണ്ടി ഒറ്റയ്ക്കിറങ്ങുമ്പോഴാ കൂടുതൽ ഉത്സാഹം തോന്നുന്നത്. എങ്കിലും ഉത്സാഹം കളയണ്ട, പോയി കണ്ടിട്ട് വാ. എങ്കിൽ ശരി. ശരി ജീവ. പിന്നെ ഒരു കാര്യം. എന്താ ചേട്ടാ? അല്ല, എല്ലാം വൈറലാവുന്ന കാലമാ. ആ മന്ത്രിയുടെ മോൻ നിങ്ങളുടെ മീറ്റിംഗ് ഒക്കെ മൊബൈലിലാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു കരുതൽ വേണം. ഇനി അഥവാ സോഷ്യൽ മീഡിയയിൽ ഇട്ടാലും പ്രശ്നമില്ല ചേട്ടാ. ഞാൻ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോ അങ്ങനെ സംഭവിക്കോ ഇങ്ങനെ സംഭവിക്കോ എന്ന പേടിയൊന്നും എന്നെ ബാധിക്കുന്നില്ല. അതല്ലേ ശരി? അതിന്റെ അത് ശരിയാ. അപ്പൊ ശരി, ഓക്കെ. അച്ഛാ, ദേ പുറകുവശത്തെ മരത്തിലെ തൂക്കണാങ്കുരിയെ കൂടി വെച്ചിരിക്കുന്നു. വരൂ അച്ഛാ, അത് കാണാം. അച്ഛനെ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോവാ. അത് കഴിഞ്ഞിട്ട് വന്ന് കുരുവിയുടെ കൂടൊക്കെ കാണാം. അയ്യോ, അച്ഛനെവിടെ പോവാ? അച്ഛനൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് പോവാ മോളെ. അച്ഛനെന്നാലും എന്നോട് പറഞ്ഞില്ലല്ലോ പോകുന്ന കാര്യം. അത് മുമ്പ് പലപ്പോഴും അത്യാവശ്യ സമയങ്ങളിൽ അച്ഛൻ പെട്ടെന്നല്ലേ തീരുമാനിക്കുന്നത്. പോയിട്ട് വന്നിട്ടല്ലേ മോളും അറിയുന്നത്. എന്നാലും എനിക്ക് വിഷമായി. അച്ഛൻ പറഞ്ഞില്ലല്ലോ. ശരി, ഇനി ആവർത്തിക്കില്ല. പോരെ? ഉറപ്പാണോ? ഉറപ്പ്. ഓക്കെ. അപ്പൊ അച്ഛാ, ഞാനും കൂടി വരട്ടെ അച്ഛൻ പോകുന്ന സ്ഥലത്ത്? അയ്യോ മോളെ, ഇതൊരു പ്രധാനപ്പെട്ട മീറ്റിംഗാ. മോളും കൂടെ ഉണ്ടെങ്കിൽ പറ്റില്ല. അച്ഛാ പ്ലീസ്, അച്ഛൻ കൂടെ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും പറ്റുന്നില്ല. അതുകൊണ്ടാ. മോളെ, അച്ഛനത് അറിയാം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അച്ഛൻ ഒറ്റയ്ക്ക് പോവേണ്ടി വരും. എന്നാലും അച്ഛനൊന്ന് പറയണം എവിടെയാ പോകുന്നേന്ന്. അത് മോൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത്. എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തോ? എന്നുവെച്ചാ അമ്മയെ കാണാനാണോ? എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കാ മോളെ. അച്ഛൻ പോയിട്ട് വരട്ടെ. അച്ഛാ,
അച്ഛൻ കുറച്ചു സമയം അടുത്തില്ലാതായിരുന്നപ്പോ ഇത്രയും വിഷമം. അപ്പൊ ജീവിതം മുഴുവൻ അച്ഛനെ കാണാൻ പറ്റാത്തവർക്ക് എന്ത് സങ്കടമായിരിക്കും. അച്ഛനും അമ്മയും എത്ര വേഗം ഒന്ന് ഒന്നിച്ചിരുന്നെങ്കിൽ. ഓ, ഒറ്റയ്ക്കാണല്ലോ സംഗതി. എന്താണ് തന്നെത്താൻ പിറുകൊടുക്കുന്നത്? മന്ത്രം ജപിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഞാനും റിയയും കൂടി അച്ഛനെയും അമ്മയെ വീണ്ടും ഒരുമിപ്പിക്കും. ഞങ്ങളെല്ലാരും ഒരിടത്താവും. അയ്യോ, എന്താ അങ്ങളെ? ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ മറ്റെവിടുന്ന് വന്ന ആളാ. എന്തോ എന്നെ വിളിച്ചോ? ഞാൻ എന്താ വരുന്നത്? കുഞ്ഞുങ്ങളുടെ എന്തു പറ്റി? ആ, എന്തേലും ആവട്ടെ. എന്തു പറ്റിയത് എനിക്ക്? അരുണ പറഞ്ഞത് കോടതിയിൽ കേസ് വായിച്ചുകൊണ്ടിരുന്നപ്പോ വാദം പകുതിയായപ്പോ താനാകെ ബ്ലാങ്കായെന്ന്. എന്താ കാര്യം? കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസായിരുന്നു. ക്രോസ് തുടങ്ങിയപ്പോ തന്നെ പോയിന്റ്സ് എല്ലാം മറന്നു പോകും പോലെ. ഞാൻ എന്റെ ദിയയുടെ കേസ് വാദിക്കും പോലെ. ദിയയാണ് കാണാതായത്. അവൾക്ക് വേണ്ടിയാണ് വാദം നടക്കുന്നത്. അങ്ങനെ ഒരു തോന്നല്. ജഡ്ജും അഡ്വക്കേറ്റ്സും ഒക്കെ എന്തൊക്കെയോ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ നാവനക്കാൻ പറ്റുന്നില്ല. ലോകം അങ്ങ് കറങ്ങി മറിയും പോലെ. കേസ് പോസ്റ്റ്പോൺ ചെയ്തു. കാവ്യ, കാര്യമൊക്കെ ശരിയാണ്. ഇത് പ്രൊഫഷനാണ്. വേറൊരാളുടെ ലൈഫാണ് തന്റെ കയ്യില്. വക്കീലിനെ വിശ്വസിച്ചാണ് കക്ഷി കേസ് ഏൽപ്പിക്കുന്നത്. എനിക്കറിയാം. പക്ഷെ ഇന്ന് രാവിലെ ആദിത്യം വിളിച്ചു പറഞ്ഞില്ലേ, ഭാസ്കർജി നമുക്കെതിരെ നടത്താൻ പോകുന്ന. അതൊക്കെ ആരോ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാ. ഇല്ല ശ്രീ, ഒന്ന് വീട്ടിൽ വന്നപ്പോ ദിയയുടെ ഷാർപ്പ് റിയാക്ഷൻ അയാളുടെ കലി കൂട്ടിക്കാണും. അയാൾ എന്തെങ്കിലും ചെയ്യും. പിന്നെ കേസും ഫയൽ ചെയ്തല്ലോ. എന്തെങ്കിലും ഉടനെ ചെയ്യണം ശ്രീ. ഒരു കാര്യം ചെയ്യാം. ലോ അക്കാദമിയിൽ എന്റെ കൂടെ പഠിച്ച ഒരു മഹേഷ് ഇപ്പൊ CA. ഞാൻ മഹേഷിനൊന്ന് വിളിക്കാം, കാര്യങ്ങൾ പറയാം. വിളിക്ക് ശ്രീ, വിളിച്ച് കാര്യങ്ങൾ അറിയിക്ക. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഹലോ. ഹലോ, മഹേഷ് സാറല്ലേ? അതെ, ഞാൻ ശ്രീജിത്ത്, അഡ്വക്കേറ്റ് ശ്രീജിത്ത്. നമ്മൾ ഒരുമിച്ച് അക്കാദമിയിലുണ്ടായിരുന്നു. ഓർമ്മ കിട്ടുന്നുണ്ടോ? യെസ് യെസ്, ശ്രീ. എന്തൊക്കെയുണ്ട് ശ്രീജിത്ത്? ഇടയ്ക്ക് എപ്പോഴോ ശ്രീജിത്തിന്റെ കാര്യം ഏതോ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. പറയൂ. സാറേ, ഞാനൊരു ചെറിയ ഹെൽപ്പിന് വേണ്ടി വിളിക്കുന്നേ. സത്യത്തിൽ അതൊരു ചെറിയ ഹെൽപ്പല്ല, വലിയ ഹെൽപ്പാ. എന്താന്ന് പറഞ്ഞോളൂ. എന്റെ വളരെ അടുത്തൊരു ഫ്രണ്ട് അഡ്വക്കേറ്റ് കാവ്യയ്ക്ക് വേണ്ടി ഞാൻ വിളിക്കുന്നത്. സാർ ഒന്ന് സഹായിക്കണം. ശ്രീത, നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് അല്ലേ? ഈ സാറ് വിളി വേണ്ട, മഹേഷ് എന്ന് വിളിച്ചാൽ മതി. അത് സാരമില്ല.
സാർ, കാവ്യയ്ക്ക് ഒരു MLA കടുത്ത ഭീഷണിയുണ്ട്. സത്യത്തിൽ ആ കുട്ടിയുടെ മനസ്സമാധാനം സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക. എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള ആളാ. ഞാൻ പറയുന്നത് 100% സത്യസന്ധമായ കാര്യങ്ങളാ. MLA കൂട്ടുകാരൻ ഒരു ജോയിമോനുണ്ട്. ഈ ജോയിമോനെതിരായിട്ടുള്ള കേസ് വാദിക്കുന്നത് കാവ്യയാണ്. അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളിൽ ഇടപെട്ടുകൊണ്ടാ ഈ MLA രംഗത്ത് വരുന്നത്. ഇപ്പൊ സാർ, ആ കുട്ടി സമാധാനത്തോടെ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ഏത് MLA ശ്രീത്? MLA ഭാസ്കർജി. ഓ, ഭാസ്കർജി. അറിയാലോ സാറിന്, അയാൾ ഏത് അറ്റം വരെയും പോവും. ഞങ്ങളിത് ഞങ്ങളുടെ ലെവലിൽ തന്നെ തീർക്കാൻ വേണ്ടി നോക്കിയതാ. അയാളോട് എല്ലാ ബഹുമാനത്തോടെയും റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ അയാൾ തുനിഞ്ഞിറങ്ങിയിരിക്കുക. ഇനി പോലീസിന് പരാതി നൽകാതെ മറ്റു മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ടാ സാറിനെ വിളിച്ചത്. ശ്രീജിത്തിന്റെയും ആ കാവ്യയുടെയും ധൈര്യം ഞാൻ അഭിനന്ദിക്കുന്നു. സാധാരണ ഒരു MLAക്കെതിരെ പോലീസിനെ സമീപിക്കാൻ ആർക്കും ഇത്ര ധൈര്യം കാണില്ല. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് സാർ.